2026 മാർച്ച് മാസം ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ നിർണായകമായ ഒരു പരിവർത്തന ഘട്ടത്തിന്റെ തുടക്കമാണ്. ശനി ഭഗവാന്റെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ ജനിച്ചവർ പൊതുവെ സമാധാനപ്രിയരും ദീർഘവീക്ഷണമുള്ളവരും ഏതു പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്നവരുമാണ്. ആ ഒരു മനോഭാവം ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. 2026 മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെയെല്ലാം പോസിറ്റീവായി നേരിടാമെന്നതിനെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. കാലചക്രത്തിന്റെ കറക്കത്തിൽ 2026 മാർച്ച് മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നൽകുന്നത് സമ്മിശ്രമായ അനുഭവങ്ങളാണ്. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ സൂചനകൾ ഈ മാസം ലഭിച്ചു തുടങ്ങും. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ തണുത്ത കാറ്റ് വീശുന്ന സമയമാണിത്. എന്നാൽ ഈ ആശ്വാസം വെറുതെ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ബലമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായി ഒരു പ്രത്യേകതയുണ്ട്. അവർ കാലത്തിലുള്ള ഉൾക്കാഴ്ചയുണ്ടാകും. വരാനിരിക്കുന്നതിനെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. 2026 മാർച്ചിൽ ഈ ഉൾക്കാഴ്ച നിങ്ങൾക്കൊരു വഴികാട്ടിയായി മാറും. തൊഴിൽ രംഗത്തായാലും കുടുംബത്തിലായാലും ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസാക്ഷിയുടെ സ്വരം കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഈ മാസം നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും ശരിയായി ഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരും. സമ്പാദിച്ച പണം എവിടെ നിക്ഷേപിക്കണം, അനാവശ്യ ചെലവുകൾ എങ്ങനെ കുറയ്ക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കും. തൊഴിൽ മേഖലയിൽ ഒരു നിശബ്ദ വിപ്ലവം തന്നെ നടന്നേക്കാം. നിങ്ങൾ ഇതുവരെ ചെയ്ത ജോലികൾക്ക് കൃത്യമായ അംഗീകാരം ലഭിക്കാത്തതിൽ നിരാശയുണ്ടായിരുന്നെങ്കിൽ ആ നിരാശ മാറുന്ന മാസമായിരിക്കും ഇത്. മേലധികാരികൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയുകയും പുതിയ ചുമതലകൾ ഏൽപ്പിക്കുകയും ചെയ്യും. ഇത് ചിലപ്പോൾ കൂടുതൽ ജോലിഭാരത്തിന് കാരണമായേക്കാമെങ്കിലും ഭാവിയിലേക്കുള്ള വലിയൊരു ചവിട്ടുപടിയായി ഇതിനെ കാണണം. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചയുടെ പാഠങ്ങൾ ഈ മാസം നിങ്ങൾ പഠിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ഗൗരവ പ്രകൃതരാണെങ്കിലും ഉള്ളിൽ സ്നേഹത്തിന്റെ വൻകടൽ സൂക്ഷിക്കുന്നവരാണ്. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ മാസം നിങ്ങൾ തയ്യാറാകണം. പങ്കാളിയുമായുള്ള ചെറിയ പിണക്കങ്ങൾ പോലും പരിഹരിക്കപ്പെടും. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ശരിയായിരുന്നു എന്ന് കാലം തെളിയിക്കുന്ന കാഴ്ചയ്ക്കും ഈ മാസം നിങ്ങൾ സാക്ഷ്യം വഹിക്കും. ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും എല്ലാവരും ഒരു ഉപദേശത്തിനായി നിങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഈ മാസം ഉണ്ടാകും. ആത്മീയമായി വലിയൊരു ഉണർവ് ഈ മാസം നിങ്ങൾക്കുണ്ടാകും. ഭൗതികമായ നേട്ടങ്ങൾക്കിടയിലും എവിടെയോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നവർക്ക് ആത്മീയമായ ചിന്തകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ആ ശൂന്യതയെ നികത്താൻ സാധിക്കും. മനസ്സിന്റെ അസ്വസ്ഥതകൾ മാറി ഒരു പ്രത്യേകതരം ശാന്തത നിങ്ങളെ പൊതിയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചില മുൻകരുതലുകൾ ആവശ്യമാണെങ്കിലും വലിയ പ്രതിസന്ധികളിൽ ഈ മാസം നിങ്ങളെ ബാധിക്കില്ല. ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും നിങ്ങൾ വരുത്തുന്ന മാറ്റങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. 2026 മാർച്ച് മാസം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം സ്ഥിരത എന്നതാണ്. പെട്ടെന്നുള്ള ലാഭങ്ങളോ അത്ഭുതങ്ങളോ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ പടിപടിയായുള്ള മുന്നേറ്റമായിരിക്കും ഈ മാസം നിങ്ങൾക്കുണ്ടാകുക. ആകാശം മുട്ടെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വൃക്ഷം അതിന്റെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറക്കുന്നത് പോലെ നിങ്ങളുടെ അടിത്തറ ഭദ്രമാക്കുന്ന മാസമായിരിക്കും ഇത്. ഭയപ്പെടാനോ ആശങ്കപ്പെടാനോ ഒന്നുമില്ല, മറിച്ച് കരുതലോടെയും പ്രാർത്ഥനയോടെയും ഓരോ ചുവടും മുന്നോട്ട് വെക്കുക. നമുക്ക് ഈ മാസത്തെ വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. നനച്ചിരിക്കാത്ത നേരത്ത് ചില ചെലവുകൾ വന്നു ചേരാം. വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നതിനോ ആയി പണം ചെലവാക്കേണ്ടി വരും. എങ്കിലും മാസത്തിന്റെ രണ്ടാം പകുതിയോടെ സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിക്കും. കുടിശ്ശികയായി കിടന്നിരുന്ന തുക തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓഹരി വിപണിയിലോ മറ്റു ബിസിനസ്സുകളിലോ നിക്ഷേപിച്ചിട്ടുള്ളവർക്ക് ഈ മാസം ജാഗ്രത ആവശ്യമാണ്. വലിയ തുകകൾ പുതിയ സംരംഭങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് മുൻപ് കൃത്യമായ ഉപദേശം തേടുക. ദീർഘകാല നിക്ഷേപങ്ങൾ ഗുണകരമാകുമെങ്കിലും ഹ്രസ്വകാല നിക്ഷേപങ്ങൾ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പഴയ കടങ്ങൾ വീട്ടാൻ ഈ മാസം അനുകൂലമാണ്. പുതിയ വായ്പകൾക്ക് അപേക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. എങ്കിലും തിരിച്ചടവ് ശേഷി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കടമെടുക്കുക. സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കേണ്ടതാണ്. ഭാവിയിലേക്കായി പണം കരുതി വെക്കാനുള്ള പ്രവണത നിങ്ങളിൽ വർദ്ധിക്കും. സ്വർണമോ ഭൂമിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസാവസാനം അനുകൂലമായ സമയമാണ്. തൊഴിൽ രംഗത്ത് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന മാസമാണിത്. കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കുമെങ്കിലും ചില തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടും. മാസത്തിന്റെ മധ്യത്തോടെ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള ചർച്ചകൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി സംബന്ധമായ യാത്രകൾ ആവശ്യമായി വരും. ബിസിനസ്സിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം പരീക്ഷണത്തിൻ്റെതാണ്. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. പങ്കാളിത്ത ബിസിനസ്സിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സുതാര്യത ഉറപ്പുവരുത്തുക. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി വായിച്ചു നോക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്ന ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ തേടിവരും. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ഈ മാസം സർഗാത്മകത വർദ്ധിക്കും. പുതിയ കൃതികൾ പ്രസിദ്ധീകരിക്കാനോ വേദികളിൽ പ്രാവീണ്യം തെളിയിക്കാനോ അവസരം ലഭിക്കും. ജനപ്രീതിയും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായേക്കാം. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. പരസ്പര വിശ്വാസവും ആശയവിനിമയവും വർദ്ധിപ്പിക്കുന്നത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും. മാസാവസാനത്തോടെ ദമ്പതികൾക്കിടയിൽ കൂടുതൽ ആത്മബന്ധം വളരുകയും ഒരുമിച്ച് യാത്രകൾ പോകാൻ അവസരം ലഭിക്കുകയും ചെയ്യും. മക്കളുടെ പഠനകാര്യത്തിലും അച്ചടക്കത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അവരുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാൻ അവസരമുണ്ടാകും. കുട്ടികളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും നിങ്ങൾക്ക് വലിയ കരുത്താകും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലനിന്നിരുന്നുവെങ്കിൽ അവ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത്. ബന്ധുക്കളുമായി ഒത്തുചേരാൻ അവസരമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ കുടുംബകാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കുക. ഇത് അനാവശ്യ ശത്രുതയ്ക്ക് കാരണമായേക്കാം. തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും പുണ്യസ്ഥലങ്ങളിൽ സ്നാനം ചെയ്യാനും അവസരം ലഭിക്കും. ഇത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നത് നല്ലതാണ്. പ്രാണായാമം ചെയ്യുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. ചിട്ടയായ വ്രതാനുഷ്ഠാനങ്ങൾ ഈ മാസം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ശനിയാഴ്ചകളിൽ ശാസ്താവിനെയോ ഹനുമാൻ സ്വാമിയെയോ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. വിഷ്ണു സഹസ്രനാമ പാരായണം നിത്യവും ചെയ്യുന്നത് ഐശ്വര്യം കൊണ്ടുവരും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ മാസം കൂടുതലായി പ്രകടിപ്പിക്കും. അന്നദാനം പോലുള്ള പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക സംതൃപ്തി നൽകും. ദഹന സംബന്ധമായ അസുഖങ്ങളോ കാലുകൾക്ക് വേദനയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സമയം അനുകൂലമാണ്. എങ്കിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. വിദേശത്തോ ദൂരസ്ഥലങ്ങളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കാൻ പറ്റിയ സമയമാണിത്. ദൂരയാത്രകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വേഗത കുറയ്ക്കുക. യാത്രകൾക്കിടയിൽ വിലപ്പെട്ട രേഖകളോ പണമോ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തറക്കല്ലിടാൻ ഈ മാസം അനുകൂലമാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാസാവസാനം നല്ല സമയമാണ്. കോടതി കേസുകളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. എങ്കിലും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വഴി തുറക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതാണ് ഉചിതം. മാസത്തിന്റെ 1-ാം വാരം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. സാമ്പത്തികമായി മിതത്വം പാലിക്കണം. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. 2-ാം വാരം ജോലിയിൽ തിരക്ക് വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടേക്കാം. 3-ാം വാരം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ സന്ദർശിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും. മാസാവസാനം മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും. യാത്രകൾ ഗുണകരമാകും. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ സമയം. 2026 മാർച്ച് മാസം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പക്വതയുടെയും മാസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ കാണിക്കുന്ന ജാഗ്രതയും കുടുംബത്തോടുള്ള സ്നേഹവും നിങ്ങളുടെ ഈ മാസത്തെ വിജയകരമാക്കും. പ്രതിസന്ധികൾ ഉണ്ടായേക്കാമെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസം അതിനെയെല്ലാം അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കും. കഠിനാധ്വാനം തുടരുക. ഈശ്വരവിശ്വാസം കൈവിടാതിരിക്കുക. ഈ മാസം നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കട്ടെ.